ഈസി മാത്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഫ്രാക്ഷണൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിന്റെ ഭാഗത്തിന്റെ 5ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ ഫ്രാക്ഷണൽ നമ്പേഴ്സ് എന്താന്ന് പറഞ്ഞു, എത്ര തരം ഫ്രാക്ഷണൽ നമ്പേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു, എങ്ങനെ ഫ്രാക്ഷണൽ നമ്പർ എങ്ങനെ കൺവേർട്ട് ചെയ്യാം, അതുപോലെ നമ്മൾ അഡീഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അഡീഷൻ വെറും എന്തായിരുന്നു, ഡിനോമിനേറ്റേഴ്സ് സെയിം ആയ നമ്പേഴ്സിന്റെ അഡീഷൻ മാത്രമാണ് നമ്മൾ ചെയ്തത് അല്ലേ. ഇനി ഡിനോമിനേറ്റേഴ്സ് വ്യത്യാസം വരുമ്പോൾ എങ്ങനെയാണ് ആഡ് ചെയ്യുക? അപ്പോൾ നമുക്ക് കിട്ടി 1/2 + 1/3 രണ്ട് ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആണ്. ഇവ രണ്ടും തമ്മിൽ ആഡ് ചെയ്യണം. ഇന്നലെ നമ്മൾ ചെയ്തത് അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് സെയിം ഡിനോമിനേറ്റേഴ്സ് വന്നപ്പോൾ ആഡ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2/5 + 1/5 എങ്ങനെ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. 2 + 1/5 = 3/5 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ. ഇവിടെ എന്തായിരുന്നു, ഡിനോമിനേറ്റേഴ്സ് രണ്ടും സെയിം ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ന്യൂമറേറ്റേഴ്സിനെ മാത്രം ആഡ് ചെയ്ത് ഡിനോമിനേറ്റർ അതന്നെ എഴുതി വെച്ചു. ആൻസർ നമുക്ക് 3/5 കിട്ടി. ഇനി നമ്മൾ പോകുന്നത് വ്യത്യസ്ത ഡിനോമിനേറ്റേഴ്സ് ഉള്ള ഫ്രാക്ഷൻസിനെ ആഡ് ചെയ്യാനാണ്. വ്യത്യസ്ത ഡിനോമിനേറ്റേഴ്സ് ഉള്ള ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ നോക്കുക, ഇവിടെ 1/2 + 1/3 ആണ്. ഇത് ഒരു മോഡാണ്. ഇത് ഹാഫ് എന്നുള്ള അര എന്നുള്ള ഒരു ഉത്തരവും, ഇത് 3-ൽ 1 1/3 എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനത്തിന് 3 തുല്യ കഷ്ണമാക്കിയതിൽ ഒരു കഷ്ണം, ഇത് 2 തുല്യ കഷ്ണമാക്കിയതിൽ ഒരു കഷ്ണം. പക്ഷെ ഇത് ഹാഫാണ്, എന്ത് സാധനത്തിന് പകുതി എന്നുള്ള അർത്ഥമാണ്. ഇത് അത്രത്തോളം വരില്ല, 3-ൽ 1 ആണ്. അപ്പൊ ഇവർ രണ്ടുപേരും നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാൻ കഴിയില്ല. ചില ആളുകൾ എന്ത് ചെയ്യും, ഇത് രണ്ടും കൂട്ടും, ഇത് രണ്ടും കൂട്ടിയിട്ട് 2/5 എന്ന് എഴുതി വെക്കും. അങ്ങനെ എഴുതാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവരെ രണ്ടുപേരും ഇപ്പൊ 2 ഗ്രൗണ്ടിലാണ് കിടക്കും. ഒരാള് അരയാണ്, ഒരാള് 3-ൽ 1 ആണ്. അപ്പൊ ഇവർ രണ്ടുപേരും ഒരേ സ്ഥാനത്തേക്ക്, ഇവര് ഒരേ ഡിനോമിനേറ്റേഴ്സ് ആകുമ്പോൾ എന്താണ് ഈ സംഖ്യകളാകുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശരിയാക്കേണ്ടത്. കാരണം ഇവരെ രണ്ടുപേരും ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കണം. ഇപ്പൊ നമ്മള് സ്കൂളിലൊക്കെ സ്പോർട്സ് ഒക്കെ നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കിഡ്ഡീസ് ബോയ്സ്, സബ് ജൂനിയർ ബോയ്സ്, ജൂനിയർ ബോയ്സ്, അതുപോലെ ജൂനിയർ ഗേൾസ്, സബ് ജൂനിയർ ഗേൾസ്. അതെന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി മിക്കവാറും സീനിയർ ബോയ്സോ അല്ലെ സീനിയർ ഗേൾസോ ആയിരിക്കും. 5 പഠിക്കുന്ന കുട്ടി കിഡ്ഡീസ് ബോയ്സോ കിഡ്ഡീസ് ഗേൾസോ ഒക്കെ ആയിരിക്കും. അപ്പം ആ കാറ്റഗറിയിൽ ആ ഒരു ഏജിലുള്ള കുട്ടികൾ തമ്മിൽ മത്സരിച്ചാലാണ് അതിൽ ഏറ്റവും നല്ല ഓടാൻ വയ്ക്കണ അല്ലെങ്കിൽ നല്ല ചാടാൻ വയ്ക്കണ കുട്ടിനെ കണ്ടെത്താൻ കഴിയും. 10ത്തെ കുട്ടി 5ത്തെ കുട്ടിയും തമ്മിൽ മത്സരിച്ചാൽ 10ലെ കുട്ടിയെ ജയിക്കുള്ളൂ. കായിക ബലത്തിൽ എപ്പോഴും ആ കുട്ടിയാവും കൂടുതൽ. അപ്പൊ അതുപോലെ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ് ഇത്. ഇവിടെ 2-ൽ 1 എന്ന് പറയുന്നത് ഒരു ഭിന്നസംഖ്യയാണ്, 3-ൽ 1 എന്ന് പറയുന്നത് വേറൊരു ഭിന്നസംഖ്യ. ഇവർ രണ്ടുപേരും ഒന്നാകുമ്പോൾ ഇവർ രണ്ടുപേരും ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കിയിട്ട് വേണം നമുക്ക് ആഡ് ചെയ്യാൻ. അപ്പൊ ഈ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ നമുക്ക് അറിയുന്ന 2 മെത്തേഡ് ഉണ്ട്. അതിൽ 1ാമത്തെ മെത്തേഡ് നമ്മൾ പഠിച്ച ഈക്വൽ ഫ്രാക്ഷൻ ആണ്. ഈ 2ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈക്വൽ ഫ്രാക്ഷന്റെ ഈക്വൽ ഫോംസ്. അപ്പൊ 1/2 നമ്മൾ ഈക്വൽ ഫ്രാക്ഷൻ ചെയ്യാൻ പോവാണ്. അപ്പൊ 1/2 1/3 രണ്ടാള് ഈക്വൽ ഫ്രാക്ഷൻ എഴുതി വരുമ്പോ സെയിം ഡിനോമിനേറ്റേഴ്സ് വരുമ്പോൾ നമുക്ക് നിർത്താൻ പറ്റും. അപ്പൊ 1/2ന്റെ അടുത്ത ഡിനോമിനേറ്റർ, ഈക്വൽ ഫ്രാക്ഷനിലെ അടുത്ത ഡിനോമിനേറ്റർ ആണ് നമ്മൾ ഈ ന്യൂമറേറ്ററിന് ഈ ഡിനോമിനേറ്ററിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 2/4 ഉണ്ട്. ഈ ഡിനോമിനേറ്റർ ഇവിടെ ഒരു ഡിനോമിനേറ്റർ സെയിം അല്ല. അപ്പൊ ഉടൻ ഇവിടെ നമ്മൾ അതേ ക്രിയ ചെയ്തു, 1 × 2/3 × 2 അപ്പൊ 2/6. അപ്പൊ നോക്കുക, ഈ സെറ്റിലും എവിടെയും എന്തില്ല, ഈക്വൽ ഡിനോമിനേറ്റർ. ഇവിടെ 4-ഉം 2 ആണ്, ഇവിടെ 3-ഉം 6 ആണ്. അപ്പൊ ഈ സെറ്റിലും എവിടെയും ഈക്വൽ ഡിനോമിനേറ്റേഴ്സ് ഇല്ല. അപ്പൊ ഇതിന്റെ അടുത്ത ഈക്വൽ ഫോം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ടാളെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് കിട്ടി, 3/6 കിട്ടി. അപ്പൊ ഇവിടെ ഈക്വൽ ഫോം കിട്ടി. കണ്ടോ, ഇത് 2/6-ഉം ഇത് 3/6. ഇപ്പൊ എന്തായി, 1/2 = 3/6 എന്ന് കിട്ടി, 1/3 = 2/6 എന്ന് കിട്ടി. ഇപ്പൊ രണ്ടാളെയും ഡിനോമിനേറ്റർ സെയിം ആയി. ഇനി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. 3/6 + 2/6 = 3 + 2/6 = 5/6. ഇതാണ് ആൻസർ. അപ്പോ നമ്മൾ 2 ഭിന്നസംഖ്യകളുടെ ഛേദം വ്യത്യാസമുണ്ടെങ്കിൽ, ഡിനോമിനേറ്റേഴ്സ് ഡിഫറൻ്റ് ആണെങ്കിൽ
നമ്മൾ നേരിട്ട് കൂട്ടി വെക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ രണ്ടുപേരുടെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാൻ ശ്രമിക്കണം. ഓക്കെ, ഇതന്നെയാണ് സബ്ട്രാക്ഷനും ചെയ്യാം. സബ്ട്രാക്ഷൻ ഇപ്പൊ നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ തന്നു 1/2 - 1/3 എന്ന് തന്നാൽ നമ്മൾ ചെയ്യേണ്ട ക്രിയ ഇതന്നെയാണ്. 1/2നെ ഈക്വൽ ഫ്രാക്ഷൻ വെച്ചിട്ട് സെയിം ഡിനോമിനേറ്റേഴ്സ് ആക്കുക. ആ സെയിം ഡിനോമിനേറ്റേഴ്സ് കിട്ടിയിട്ട് സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ എന്ത് വരും, 3/6 - 2/6 is equal to 3 - 2/6 is equal to 1/6. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇവിടുന്ന് രണ്ടും തമ്മിൽ കുറക്കാൻ ശ്രമിക്കരുത്. അത് തെറ്റാണ്. അപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വ്യത്യസ്ത ഛേദമുള്ള ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ് ഉള്ള രണ്ട് ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യാൻ തന്നാലും സബ്ട്രാക്ട് ചെയ്യാൻ തന്നാലും നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അവരുടെ രണ്ടുപേരുടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കണം. അതിന് നമുക്ക് ഈക്വൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിക്കാം. പക്ഷെ ഇത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് വലിയ രണ്ട് ഭിന്നസംഖ്യകൾ കിട്ടിയാൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ അതിന് നമുക്ക് ഈസി മെത്തേഡ് വേറെ ഉണ്ട്. ആ മെത്തേഡിന് പറയുന്ന പേരാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇതേ ക്രിയ തന്നെ ഇപ്പൊ നമുക്ക് 1/2 + 1/3 കിട്ടണമെങ്കിൽ ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. എങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം? ഇതേ ഗുണിക്കണം ഇത്, ഇതേ ഗുണിക്കണം ഇത്, ബൈ ഇതേ ബൈ ഇത്. അതായത് ഇതേ ഗുണിക്കണം ഇത് പറഞ്ഞാൽ 1 × 3 ബൈ 2 × 3 അഡീഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മള് പ്ലസ് ഇട്ടു. ഇനി ഇതും ഇതും തമ്മിൽ 2 × 1 ബൈ 2 × 3 രണ്ടിന്റെ ഡിനോമിനേറ്റർ ഇത് തന്നെയാണ് വരിക. അപ്പൊ എന്ത് വരും, 1 × 3 എന്ന് പറഞ്ഞാൽ 3, 2 × 3 എന്ന് പറഞ്ഞാൽ 6, 2 × 1 എന്ന് പറഞ്ഞാൽ 2. കിട്ടിയില്ലേ? ഇതേ ആൻസർ കിട്ടിയില്ലേ? നോക്കാം. അപ്പൊ എന്ത് കിട്ടി, 3 + 2/6 is equal to 5/6. ഇനി ഇതെന്നെ സബ്ട്രാക്ഷൻ ചെയ്യുകയാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. 1/2 - 1/3 ആണെങ്കിൽ ഇതാ നമ്മൾ പറഞ്ഞ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും, പരസ്പരം ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ വരിക നോക്കാം. നമ്മൾ ഇവിടെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 3 - 2 × 1 ബൈ 2 × 3 equal to 3 - 2/6 equal to 1/6. ഇതന്നല്ലേ നേരത്തെ കിട്ടിയത്? നോക്കാം. അപ്പൊ നമ്മൾക്ക് ഈ ഈക്വൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കുറെ റിസ്ക് ആണ്. എഴുതി പോയി ഒരേ ഛേദത്തിന് വരെ നിൽക്കണം. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാവുമ്പോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോ നമുക്ക് ഏത് രണ്ട് ഭിന്നസംഖ്യകളെ, വ്യത്യസ്ത ഛേദമുള്ള ഏത് രണ്ട് ഭിന്നസംഖ്യകൾ കിട്ടിയാലും അവയെ ആഡ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ വേണ്ടത് അവയുടെ ഛേദം ഡിനോമിനേറ്റർ ഈക്വൽ ചെയ്തതിന് ശേഷം വേണം ക്രിയ ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 1/2 + 1/4 വേറൊരു എക്സാമ്പിൾ. ഈ 1/2 1/4 നമുക്ക് മുൻ പരിചയമുള്ള ആൾക്കാരാ. 1/2 എന്ന് പറഞ്ഞാൽ അര, 1/4 എന്ന് പറഞ്ഞാൽ കാല്, അല്ലെ? ഹാഫ്, 1/4. ഇത് രണ്ടും കൂട്ടിയാൽ നമുക്കറിയാം മുക്കാലാണ് അല്ലെങ്കിൽ 3/4 ആണ്. 3/4 അല്ലെങ്കിൽ മുക്കാലാണ് ഇത് രണ്ടും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത്. അത് നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷെ മാത്തമാറ്റിക്കലി നമുക്ക് ഇത് എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കണല്ലോ. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ ഈക്വൽ ഫ്രാക്ഷൻ ഉപയോഗിക്കാം, അല്ലെ? അപ്പൊ 1/4 2/4 രണ്ട് ഛേദവും കിട്ടി. 2/4 + 1/4 ഈക്വൽ ടു 3/2. 2 + 1/4 ഈക്വൽ ടു 3/4. ഇനി അല്ല, നമ്മൾ നേരത്തെ പഠിച്ച ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലോ 1/2 + 1/4 ചെയ്യണമെങ്കിൽ ഈ ന്യൂമറേറ്റർ ഇൻറ്റു ഈ ഡിനോമിനേറ്റർ, ഈ ഡിനോമിനേറ്റർ ഇൻറ്റു ഈ ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ. അപ്പൊ എന്ത് വരും, 1 × 4 + 2 × 1 ബൈ 2 × 4 ഈക്വൽ ടു 4 + 2/8 ഈക്വൽ ടു 6/8. അയ്യോ, അപ്പൊ 6/8 ആണല്ലോ ഇവിടെ കിട്ടിയത്. ശരിക്കും ആൻസർ 3/4. അപ്പൊ ഇങ്ങനെ വന്നാൽ ഇവിടെ എന്താണ് ആൻസർ? 3/4 ആണ്. പക്ഷെ ഈ 6/8 ആണ് നമുക്ക് കിട്ടിയത്. ഇവിടെ നമ്മൾ ഈക്വൽ ഫ്രാക്ഷന്റെ സഹായമാണ്. കാരണം എന്താണ്, ഇതൊരു മുതിർന്ന ഒരു കുറച്ച് കൂടിയ ഭിന്നസംഖ്യയാണ്. ഇതിന്റെ ഏറ്റവും ചെറിയ ഫോമിലേക്ക് മാറ്റണം. ഏതൊരു ഭിന്നസംഖ്യ ആൻസർ കിട്ടിയാലും അതിന്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോമിലേക്ക് മാറ്റണം. ഇവിടെ 6 8 അതെങ്ങനെ നമ്മൾ ഷോർട്ടസ്റ്റ് ഫോമിലേക്ക് മാറ്റുക? ഇത് നോക്കുക, 6 8 രണ്ടും എന്താണ്, ചെറുതാക്കാൻ പറ്റുന്ന സംഖ്യകളാണ്, വലിയ സംഖ്യകളാണ്. അപ്പൊ ഇവരെ രണ്ടാളെയും ഹരിക്കാൻ കോമൺ ആയിട്ട് ഒരു നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ കൊണ്ട് ഹരിച്ചിട്ട് വേണം നമ്മൾ ആൻസർ ഫൈനൽ എഴുതി വെക്കാൻ. അപ്പൊ 6നെയും 8നെയും 2 കൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ, അല്ലെ?
അപ്പൊ നമ്മൾ 6നെ 2 കൊണ്ട് ഹരിച്ചാൽ 3 എന്ന് കിട്ടും, 8നെ 2 കൊണ്ട് ഹരിച്ചാൽ 4 എന്ന് കിട്ടും. ഇങ്ങനെയാണ് 3/4 ഉണ്ടാവും. നേരെ മറിച്ച് നമ്മൾ ഈക്വൽ ഫ്രാക്ഷൻ വെച്ച് പോവുകയാണെങ്കിൽ ഡയറക്റ്റ് 3/4 കിട്ടും. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താണ്, നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ കാണുമ്പോൾ കറക്റ്റ് ഏറ്റവും ചെറിയ ഫോമിലല്ല നമുക്ക് ആൻസർ കിട്ടുക, കുറച്ച് ഹയർ ആയിട്ടുള്ള ഫോമിലൊക്കെ കിട്ടും. അങ്ങനെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ആ ആൻസറിന് എന്ത് ചെയ്യണം, നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ശരിയാക്കും, ചെറുതാക്കും. അപ്പൊ ഇതാണ് ഒരു ആൻസർ. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. കുറച്ച് വേറൊരു സംഖ്യകൾ എടുത്തിട്ട് നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം. 4/7 + 3/5 ചെയ്യണം. ഇതൊക്കെ ഈക്വൽ ഫ്രാക്ഷൻ ത്രൂ എഴുതി പോവാണെങ്കിൽ കുറെ എഴുതണം. അപ്പൊ നമുക്ക് കുറെ പ്രയാസങ്ങൾ ഇങ്ങനെ എഴുതി പോയി തുല്യമാകട്ട് നോക്കണം. അതിനാണ് നമ്മൾ പെട്ടെന്നുള്ള ടെക്നിക്ക് പഠിച്ചത്. അപ്പൊ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള പരിപാടിയൊക്കെ ചെയ്തു. അപ്പോൾ 4 × 5 + 3 × 7/7 × 5 എന്ത് വന്നു? 4 × 5 20, 3 × 7 21/7 × 5 35. അപ്പോഴോ 41/35 അല്ലെ? 41/35 എന്താണ്? ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെ, വിഷമ ഭിന്നാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം. അപ്പൊ 41/35 എന്ന് പറയുന്ന ഭിന്നസംഖ്യനെ നേരിട്ട് സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? ആദ്യം മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റണം. കാരണം എന്താണ്? ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അപ്പൊ എങ്ങനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുക? 41നെ 35 കൊണ്ട് ഹരിക്കണം. 41ൽ 35 ഒരു പ്രാവശ്യം പോവും, 35 റിമൈൻഡർ 6 അല്ലെ? അപ്പൊ എന്താ ആൻസർ വരിക? ഈ ഉത്തരം കിട്ടിയ സംഖ്യ എണ്ണൽ സംഖ്യയാക്കി എഴുതി, റിമൈൻഡറിനെ ന്യൂമറേറ്റർ ആക്കി, ഹരിച്ച സംഖ്യയെ ഛേദമാക്കി. 16/35 ആണ് ആൻസർ വരിക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ കിട്ടിയാൽ തന്നെ ഈ ഭിന്നസംഖ്യ ഒരു ഉയർന്ന ഫോമിലാണ്, നേരത്തെ കിട്ടിയ പോലെ കുറച്ച് വലിയ ഭിന്നസംഖ്യയാണ് കിട്ടിയതെങ്കിൽ ഇവരെ രണ്ടാളി സിംപ്ലിഫൈ ചെയ്യാനുണ്ടോ എന്ന് നോക്കണം. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാനുണ്ടോ നോക്കുക. ഈ രണ്ട് ഭിന്നസംഖ്യകളിൽ ഹരിക്കാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള ഒരു നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ കൊണ്ട് ഹരിച്ചിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് കുറെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ 2, 4, 8, 10 ഇത്രയൊക്കെ സംഖ്യകളെ കൊണ്ട് ഒരു സംഖ്യനെ ഹരിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹരിക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ കൊണ്ട് വേണം ഹരിക്കാൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പൊ ഞാൻ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് 10/15 എന്ന് പറയുന്ന ഒരു ഭിന്നസംഖ്യ, ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമ്പോ ഇതിനെ ഏത് കൊണ്ടൊക്കെ ഹരിക്കാൻ പറ്റും? 5 കൊണ്ടേ ഹരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ രണ്ടാളി ഹരിക്കാൻ പറ്റുന്ന സംഖ്യ 5 ആണ്. അപ്പൊ 2/3 കിട്ടി അല്ലെ? ഇനി അതേപോലെ 10/16 എന്ന് പറയുന്ന ഒരു ഭിന്നസംഖ്യ കിട്ടി. 10/16 ഇവരെ രണ്ടാളി ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 2 കൊണ്ട് പറ്റും, പിന്നെ 2 കൊണ്ട് മാത്രമേ പറ്റുള്ളൂ അല്ലെ? അപ്പൊ രണ്ടാളി 2 കൊണ്ട് ഹരിച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 5/8 അല്ലെ? ഇനി 12/16 ഇവിടെ രണ്ടാളി ഹരിക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 പറ്റും, പിന്നെ 4 പറ്റും അല്ലെ? പിന്നെ എന്തെങ്കിലും പറ്റുമോ? 2 4 മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 2 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഹരിക്കണം. അപ്പൊ അത് ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ഏറ്റവും വലുത് കൊണ്ട് ഹരിക്കുക. അപ്പൊ എന്ത് വരും? 12ൽ 4 3 പ്രാവശ്യം, 16ൽ 4 4 പ്രാവശ്യം, 3/4. അപ്പൊ ഇതിവിടെ പറയാനുണ്ടായ കാരണം, നമുക്ക് വലിയ ഭിന്നസംഖ്യ കിട്ടുകയാണെങ്കിൽ അതിനെ സിംപ്ലിഫൈ ചെയ്ത് ചെറുതാക്കണം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ നമ്പർ കൊണ്ട് വേണം സിംപ്ലിഫൈ ചെയ്യാൻ. ഇനിയിപ്പോ ഇതന്നെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം എന്ന് കരുതുക. നോക്കുക, ഇത് 20/35, ഇത് 21/35 ആണ് ആൻസർ കിട്ടുന്നത് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ സംഖ്യ ഒന്ന് മാറ്റി എഴുതണം. 3/5 - 4/7 എന്നാക്കും. എന്നിട്ട് നമുക്ക് ചെയ്യാനുള്ളതൊക്കെ പഴയ പോലെ തന്നെയാണ്. കണ്ടോ, ഇതേ പരിപാടി തന്നെയാണ്. അപ്പൊ 3 × 7 - 5 × 4/5 × 7. അപ്പൊ 21 - 20/35. അപ്പൊ എന്താ വരിക? 1/35 തന്നെയാണ് ഇതിന്റെ ആൻസർ അല്ലെ? 1/35 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അഡീഷൻ എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണ് സബ്ട്രാക്ഷനിലും ചെയ്യാനുള്ളത്. കൂട്ടുമ്പോൾ നമ്മൾ എന്ത് നിയമങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ അത് തന്നെയാണ് കുറക്കുമ്പോഴുള്ള നിയമം. ഓക്കെ, അപ്പൊ കുറക്കുമ്പോൾ നമ്മൾ ഇവിടെ ചെയ്തത് എന്താണ്? വലുതിൽ നിന്ന് ചെറുത് കുറക്കാനേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ സംഖ്യനെ ഒന്ന്
മാറ്റി എഴുതിയത്. അപ്പൊ ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, എന്നിട്ട് വലിയ സംഖ്യ കിട്ടുന്നതെങ്കിൽ ആൻസറിനെ ചെറുതാക്കിയിട്ട് ഏറ്റവും ചെറിയ ഫോമിലേക്ക് മാറ്റും. ഇനിയിപ്പോ നമുക്ക് വേറൊരു ആൻസർ നോക്കാം. നമുക്ക് 3.5 കൂട്ടണം 3/4. 3.5യും 3/4 കൂട്ടിയാൽ നമുക്ക് ആൻസർ അറിയാം. 3.5യും 3/4 കൂട്ടി എത്രയാണ്? 4.25 ആൻസർ അല്ലെ? 4.25 ആൻസർ. ഇത് നമുക്ക് ആരും പഠിപ്പിച്ചു തരുന്നും വേണ്ട. 3.5യും 3/4 കൂട്ടിയ 4.25 നമുക്കൊക്കെ അറിയാം. പക്ഷേ ഇതെങ്ങനെയാണ് കണക്ക് കിട്ടുന്നത്? കണക്ക് കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ 3.5നെ എന്തിലേക്ക് മാറ്റണം? ഇംപ്രോപ്പറിലേക്ക് മാറ്റണം. അപ്പൊ എന്ത് വരും? 2 × 3 + 1/2 = 7/2. 3/4 അതുപോലെ തന്നെയാണ്, കാരണം അതെന്താണ്? അത് സാധാരണ ഭിന്നസംഖ്യയിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ 7/2 + 3/4 ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും 7 × 4 + 3 × 2/2 × 4. അതായത് എന്താ വരിക? 4 7 28 + 6/8 എന്ന് വരും അല്ലെ? 28 6 34/8 എന്ന് വരും. ഇനി നമ്മൾ ഈ 34/8 എന്ന് പറഞ്ഞാൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അതിനെ മിക്സഡിലേക്ക് മാറ്റണം. അപ്പൊ 34നെ 8 കൊണ്ട് ഹരിക്കണം. അപ്പൊ 4 8 32, റിമൈൻഡർ 2 എന്ന് വരും. അതായത് എന്ത് വരും? ഉത്തരം കൂടെയുള്ള സംഖ്യക്ക് എഴുതി, റിമൈൻഡറിനെ ന്യൂമറേറ്റർ ആക്കി, ഹരിച്ച സംഖ്യനെ ഡിനോമിനേറ്റർ ആക്കി. 4 2/8. ഈ 2/8നെ രണ്ടാളെയും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ 4 2/8 എന്നുള്ളതിനെ 2നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടും 4 2 2 ഒരു പ്രാവശ്യം, 8 2 4 പ്രാവശ്യം, 4 ആൻസർ കിട്ടിയില്ലേ? അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഭിന്നസംഖ്യ കിട്ടുന്ന സമയത്ത് അതിനെ സിംപ്ലിഫൈ ചെയ്യാനുണ്ടെങ്കിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഒരു എക്സാമ്പിൾ കൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം. സംശയമുള്ളവർക്ക് പിന്നെ കമന്റ് ബോക്സിൽ സംശയം ചോദിക്കാം, ഞാൻ അതിന് ഉത്തരം തരുന്നതായിരിക്കും. ഒരൊറ്റ ആൻസർ കൂടെ, അല്ലെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോവാണ്. അപ്പോൾ ഒരു ഒറ്റ ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമ്മൾ ഈ ക്ലാസ് നിർത്തുകയാണ്. ഓക്കെ, നമ്മൾ ഞാൻ പറഞ്ഞു ഈ വീഡിയോ വളരെ ലെങ്തിയാണ്, കാരണം അഡീഷൻ മൊത്തം ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടാണ്. അപ്പൊ നോക്കാം, ഇവിടെ നമ്മൾ ലാസ്റ്റ് 2 എക്സാമ്പിളും കൂടെ പറഞ്ഞു നിർത്തുകയാണ്. 3 1/4 + 2 1/2. നമുക്കറിയാം 3.25 2 കൂട്ടിയാൽ 5.25. അതേ 3.25 2.5 കുറച്ചാൽ 3.25. ഇവിടെ നോക്കുക, രണ്ടും മിക്സഡ് ഫ്രാക്ഷനാണ്. 2 മിക്സഡ് ഫ്രാക്ഷന്റെ അഡീഷനും 2 മിക്സഡ് ഫ്രാക്ഷന്റെ സബ്ട്രാക്ഷനുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറക്കലുമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മിക്സഡ് ഫ്രാക്ഷനെ നേരിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ ചെയ്യാം 3 2 5 4 + 1/2 3/4. അത് വലിയ സംഖ്യകളാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ, ഇവിടെ കാലൊന്നുമല്ല തരിക, വേറെ ഏതെങ്കിലും ഭിന്നസംഖ്യ ആവും. അപ്പോൾ നമുക്കത് പ്രയാസം ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ നോർമൽ ഒരു മെത്തേഡ് പഠിച്ചു വെക്കുക. 3 1/4നെ ഇങ്ങനെ തരുന്ന ഭിന്നസംഖ്യകളെ ആദ്യം എന്ത് ചെയ്യണം? ഇംപ്രോപ്പറിലേക്ക് മാറ്റിയിട്ട് വേണം ചെയ്യാൻ. അപ്പൊ എന്ത് വരും? നമ്മളൊരു മെത്തേഡ് പഠിച്ചു, ഇത് ഗുണിക്കുക, ഇവിടെ ആഡ് ചെയ്യുക, ബൈ തന്നെ എഴുതിയേക്കുക. അപ്പൊ 3 × 4 + 1/4. 3 × 4 12 + 1 13/4. പിന്നെ അടുത്ത 2 1/2 എന്താവും? 2 × 2 + 1/2. അപ്പോൾ 5/2 ആവും അല്ലെ? ഇനി എന്ത് ചെയ്യാം? നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. 13/4 + 5/2. ഇതന്നെയാണ് ഈ എഴുതിയിട്ടുള്ളത്. ഈ 2 ഭിന്നസംഖ്യകൾ തന്നെയാണ് ഈ എഴുതിയിട്ടുള്ളത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? 13 × 2 + 5 × 4/4 × 2. 4 × 2. അപ്പൊ എന്ത് വരും? 26 + 20/8 അല്ലെ? 26 + 20 46/8 ആണ് വരും. അപ്പൊ ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ഇതിനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റണം. അപ്പൊ 46 നമ്മൾ 8 കൊണ്ട് ഹരിക്കണം. അപ്പൊ എന്ത് വരും? 8 5 40. 8 × 5 40, റിമൈൻഡർ 6. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇനി ആൻസർ ആക്കി എഴുതി വെക്കും. എന്താണ്? കൂടെയുള്ള സംഖ്യ 5. ആൻസർ നമ്മൾ എണ്ണൽ സംഖ്യയാക്കി എഴുതി, റിമൈൻഡറിനെ നമ്മൾ ന്യൂമറേറ്റർ ആക്കി, ഹരിച്ച സംഖ്യ നമ്മൾ ചെയ്താക്കി അല്ലെ? 5 6/8. നമുക്ക് കിട്ടേണ്ട 5 3/4 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ ആൻസറിനെ സിംപ്ലിഫൈ ചെയ്യാനുണ്ട്. 6നെയും 8നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ഉണ്ട്, അതേതാ? 2 ആണ്. രണ്ടാളെയും ഡിവൈഡ് ചെയ്തു. അപ്പൊ എന്ത് കിട്ടും? 5. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3, 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4. 5 3/4.
അപ്പൊ നോക്കുക, രണ്ട് മിക്സഡ് ഫ്രാക്ഷനെ ആഡ് ചെയ്തപ്പോൾ അവയെ രണ്ടാളെയും നമ്മൾ ആദ്യം ഇംപ്രോപ്പറിലേക്ക് മാറ്റി ആഡ് ചെയ്ത് കിട്ടിയ ആൻസറിനെ വീണ്ടും മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി. ഇനി അതേപോലെ തന്നെ അതിന്റെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കുറക്കുമ്പോൾ എന്താ വരുന്നത് നോക്കാം. ഇതുപോലെ തന്നെ ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം ഇതിന്റെ ആൻസർ 3/4 ഓൾറെഡി നമുക്ക് അറിയാം. ആൻസർ 3/4. അതെങ്ങനെയാണ് കിട്ടുന്നത്? ഇത് ഇവിടെ ചെയ്ത പോലെ തന്നെ 3 1/4 നമ്മൾ ആദ്യം മാറ്റണം. അപ്പോൾ 4 × 3 + 1/4 = 13/4. 2 1/2 എന്ത് വരും? 2 × 1 2 × 2 + 1/2 അല്ലെ? അപ്പൊ എന്ത് വരും? 5/2. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 13/4 - 5/2 ചെയ്യണം. അപ്പൊ അതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഞാൻ പറഞ്ഞു അഡീഷന്റെ എന്ത് നിയമമാണോ അത് തന്നെയാണ് സബ്ട്രാക്ഷൻ. അപ്പൊ 13 × 2 - 5 × 4 / 4 × 2. അപ്പൊ 26 - 20/8. അപ്പൊ 6/8. 6/8 എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ മതി. രണ്ടാണ് 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3/4. ആൻസറിനല്ലേ എവിടെയും കിട്ടിയത്? ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് സംഗതി. അപ്പൊ നമ്മൾ അഡീഷനിലെ ഒരുവിധം ഭാഗങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ വ്യത്യസ്ത ഛേദമുള്ള രണ്ട് ഭിന്നസംഖ്യകളെ ആഡ് ചെയ്യണമെങ്കിൽ അവയുടെ ഛേദം അഥവാ ഡിനോമിനേറ്റർ ഈക്വലൈസ് ചെയ്യണം. അതുപോലെ തന്നെ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടുള്ള രണ്ട് ഭിന്നസംഖ്യകളെ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും അവയെ ആദ്യം ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റി പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവയുടെ ഡിനോമിനേറ്റർ ഈക്വലൈസ് ചെയ്തിട്ട് എന്നിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യാൻ. എന്നിട്ട് തിരിച്ച് ഇംപ്രോപ്പറിലേക്ക് തന്നെ മാറ്റും വേണം. ഓക്കെ, എന്നാൽ ഇതോടുകൂടി ഈ ക്ലാസ് തീർന്നു. അടുത്ത